എയ്ഡഡ് ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ സർക്കാർ നിലപാട് ആശങ്കാജനകമെന്ന് ഓർത്തഡോക്സ് സഭ. അനാവശ്യമായ കാലതാമസം പ്രതിസന്ധിയെന്ന് കോട്ടയം ഭദ്രാസനം മാധ്യമ വിഭാഗ മേധാവിയുമായ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത മീഡിയ വണിനോട് പറഞ്ഞു. NSS മാനേജ്മെന്റിന് അനുകൂല കോടതി വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധമാണ്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപനും മീഡിയ വിഭാഗം തലവനുമായ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത നമ്മളോടൊപ്പം ചേരുകയാണ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ സമ്മർദ്ദത്തിലാക്കുന്നെന്നാണ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അടക്കം പ്രസ്താവന നടത്തുന്നത്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ നിയമനങ്ങൾ സംബന്ധിച്ച് സർക്കാർ ആദ്യമേ പറഞ്ഞ രീതിയിൽ തന്നെ ക്രൈസ്തവ മാനേജ്മെന്റുകളെല്ലാം തന്നെ എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ മാനേജ്മെന്റ് കൃത്യമായിട്ട് അത് ഭംഗിയായി വിഭജിച്ച് നിർവഹിച്ച് സർക്കാരിന് ലിസ്റ്റ് വരെ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അത് അപ്രൂവലായി വരാനുള്ള കാലതാമസം നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഭയങ്കര തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം. അനാവശ്യമായ കാലതാമസം ആണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. രമ്യമായ ഒരു പരിഹാരത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സർക്കാർ കൃത്യമായ ചില നിബന്ധനകൾ നൽകിയതിന്റെ വെളിച്ചത്തിലാണല്ലോ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി എന്തെങ്കിലും ക്രൈസ്തവ മാനേജ്മെന്റ് ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യേണ്ടവയാണെങ്കിൽ കറക്റ്റ് ചെയ്ത് പോകുന്നതിന് എന്താ തടസ്സം? അത് പരിഹരിക്കാനായിട്ട് സർക്കാർ പ്രൈവറ്റ് ക്രൈസ്തവ സഭ മാനേജറുടെ ഡിസ്കഷൻ നടത്തി പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ പരിഹരിച്ചു പോകുന്നതിന് ഒരിക്കലും ഒരു തടസ്സം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ തടസ്സം പറയല്ലെന്നാണ് എൻ്റെ വിചാരം. മന്ത്രി പറയുന്നത് NSS അനുകൂലമായ നിലപാട് സുപ്രീം കോടതിയിൽ പോയി വാങ്ങി, എന്തുകൊണ്ട് ക്രൈസ്തവ സഭ അങ്ങനെ ചെയ്തിരുന്നില്ല? ഇന്നലേക്ക് കോടതിയിൽ പോകാത്തൊരു വീഴ്ചയായിട്ടുണ്ടോ, അതോ സുപ്രീം കോടതി വിധി എല്ലാവർക്കും ബാധകമാണോ എന്നാണ് സഭയുടെ നിലപാട്? അവിടെയാണ് വിഷയം. NSS ആയാലും SNDP ആയാലും ഇസ്ലാമിക് സംഘടനകളായാലും ക്രൈസ്തവ സംഘടനകളായാലും എല്ലാവർക്കും കേരളത്തിൽ ഒരു നീതിയാണ്, ഒരു നിയമമാണ് ഈ കാര്യത്തിലുള്ളതാണ് എൻ്റെ വിചാരം. NSS സുപ്രീം കോടതി പോയി വിധി വാങ്ങി, അത് NSSും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, സർക്കാരും അതിനെ സന്തോഷത്തോടെ കണ്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ മെത്തഡോളജി ക്രൈസ്തവ മാനേജർ കോടതിയിൽ പോകാതെ നടത്തി കൊടുക്കുന്നതിന് സർക്കാരിന് എന്താണ് ബുദ്ധിമുട്ട്? സർക്കാർ തിരുത്തും എന്നുള്ള വാക്ക് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നില്ല. സർക്കാർ തിരുത്തുകല്ലോ, സർക്കാർ വസ്തുതകൾ മനസ്സിലാക്കി അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കണം. പ്രസ്താവനകൾ ഇറക്കുമ്പോൾ മറ്റുള്ളവർക്ക് അനാവശ്യമായ വേദനകൾ ഉണ്ടാകാതെ പ്രസ്താവനകൾ ഇറക്കാനായിട്ട് ഇടയാകുകയും വേണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. രമ്യമായ ഒരു പരിഹാരം ഉണ്ടാവണം. നിയമപരമായി നിലനിൽക്കുന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കണമെന്നാണ് ഓർത്തഡോക്സ് സഭയും ആവശ്യപ്പെടുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ വൺ.